ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പേ, അതുപോലെ തന്നെ മിൻട്ര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മളെ ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകളും ഗെയിം കളിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ ഇപ്പോൾ ഗൂഗിൾ പ്ലേ റീചാർജ് കോഡ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് വോച്ചർ, ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്, ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇപ്പോൾ ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ഉണ്ടല്ലോ ഗൂഗിൾ പ്ലേ റീചാർജ് കോഡൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. സോ എന്തിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, അത് വെച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊന്നുമല്ല. സോ ഞാൻ ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നു, എനിക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്നാണ്. ഓക്കെ, പ്ലസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും മൊബൈൽ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ ഈ ഒരു റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു 299 രൂപയുടെ റീചാർജൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് മന്ത്ലി പ്ലാൻ നമ്മൾ റീചാർജ് ചെയ്യാറുണ്ടല്ലോ. സോ ഇതൊക്കെ നമുക്കൊരു 289 രൂപ അല്ലെങ്കിൽ 288 രൂപ ഈ ഒരു റേഞ്ചിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ റീചാർജ് കോഡ്, ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ്, അതുപോലെ തന്നെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്, ഇതെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏകദേശം അതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ്, അതായത് നിങ്ങളൊരു 10 രൂപയുടെ ഗൂഗിൾ പ്ലേ റീചാർജ് കോഡാണെന്നുണ്ടെങ്കിൽ ഒരു 9-8 രൂപയ്ക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അതിപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഞാൻ മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. സോ അതിൽ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല റേറ്റിങ്ങും നല്ല റിവ്യൂസും ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഏകദേശം ഇവിടെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലവിലുള്ള ഏകദേശം എല്ലാ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള കൂപ്പൺ കോഡ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബെനഫിറ്റ്, അതായത് ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇപ്പോൾ 162 രൂപയാണ് എൻ്റെ ബാലൻസ് ആയി കിടക്കുന്നത്. സോ നിങ്ങൾക്ക് ആദ്യം ഇതിൽ നിന്ന് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വോച്ചർ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഗൂഗിൾ പ്ലേ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഇനി ഹോട്ട്സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് കുറച്ച് ക്യാഷ് ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ബാലൻസ് കൊടുത്തിട്ട് നിങ്ങൾ ബാലൻസ് ആഡ് ചെയ്യുക. എന്നിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് മൊബൈൽ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബൈക്ക് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ 22% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ക്യാഷ് ബാക്ക് ആയിട്ട് ലൈവായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു ബൈക്ക് ഇൻഷുറൻസിൻ്റെ 22% ക്യാഷ് ബാക്കാണ്. അതായത് ആക്കോ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്ലാൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് വരുന്നത് 22 to 44 അതിന് കാണിക്കുന്ന. ഏതായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ 22% എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു പോളിസി ആണെങ്കിൽ 220 രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഒരു ആപ്ലിക്കേഷൻസ് ആണ്. സോ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് എന്ന സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൈൻട്രയുടെ ഈ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്, ZEE5 ഉണ്ട്, സോണി ലൈവ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഉണ്ട്, ആമസോൺ ഉണ്ട്, ഗൂഗിൾ പ്ലേ ഉണ്ട്, AJIO ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൂപ്പൺ കോഡ്സും അതുപോലെ തന്നെ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക്, അതായത് കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക് മൈ ട്രിപ്പിൽ ഈ ഗിഫ്റ്റ് കാർഡ് വാങ്ങുന്ന സമയത്ത് 4% ആണ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത് മാക് മൈ ട്രിപ്പിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓയില ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് കേട്ടോ. ഓക്കെ, ബുക്ക് മൈ ഷോയിലൊക്കെ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4.5% ആണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അതായത് നിങ്ങൾ
എടുക്കുന്നതിൻ്റെ 4.5%. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആമസോൺ ഗിഫ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ആമസോൺ ഷോപ്പിങ്ങിൻ്റെ ഒരു 1% ആണ് ഡിസ്കൗണ്ട് വരുന്നത് ആമസോൺ ഷോപ്പിങ്ങിൻ്റെ. സോ ഞാൻ എന്തായാലും അത് എടുത്തിട്ട് അതിൻ്റെ ലൈവ് ഞാൻ കാണിച്ചു തരാം. സോ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ആമസോൺ ഷോപ്പിങ്ങിൻ്റെ വൗച്ചർ എടുത്തിട്ട് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് എടുക്കാൻ ഇപ്പം നിലവിൽ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കിത് കാണിച്ച് തരുന്നല്ലോ, ഇത് പ്രൂഫ് ഞാൻ തെളിയിച്ച് തരണമല്ലോ, എന്നാലല്ലേ നിങ്ങൾക്കും യൂസ്ഫുൾ ഉപയോഗിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു 10 രൂപയുടെ ഒരു 10 രൂപ കൊടുത്തിട്ട് ഫ്രീ ആയി ജസ്റ്റ് ഒന്ന് ഞാനൊരു ആമസോൺ ഷോപ്പിംഗ് വൗച്ചർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർച്ചേസ് എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെ ഇത് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 10 രൂപ അങ്ങോട്ട് പോകും, അല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ലാഭം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങളെ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം RS10 കൊടുത്തിട്ട് നിങ്ങളെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു MPN സെറ്റ് ചെയ്യാണ്. സോ ആ ഒരു MPN നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് തന്നെ കാണാൻ സാധിക്കും. എമൗണ്ട് വരുന്നത് 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഡെബിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ 9 അതായത് 900 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1% ആണ് ലൈവായിട്ട് കിട്ടുന്നുണ്ട്. സോ ഇത് നിങ്ങളിപ്പോൾ ഒരു 1000 രൂപയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ 10 രൂപയുടെതൊക്കെ ആയതുകൊണ്ടാണ് ആ ഒരു 1% എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്, ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളൊരു 1000 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്യാവശ്യം കുറച്ച് വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കൈവരിക്കാൻ പറ്റും. ഇത് ആമസോൺ ഷോപ്പിംഗ് വൗച്ചർ ആയതുകൊണ്ടാണ് 1%. മറ്റുള്ളതിനൊക്കെ 4.5%, 5% കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് മറ്റുള്ള ഷോപ്പിംഗ് വൗച്ചേഴ്സും കൂപ്പൺ കോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ഇനി ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു കൂപ്പൺ കോഡും കൂടി പർച്ചേസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം അതിനും ഏകദേശം 1% ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 162 രൂപയുള്ളത് 152 ആണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്, അത് നമ്മളെ വാലറ്റിലേക്ക് ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇനി ഞാൻ എൻ്റെ ഈ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് എൻ്റർ എമൗണ്ട് എന്നുള്ള, അപ്പം മാക്സിമം എമൗണ്ട് വരുന്നത് 5000 ആണ്. ഇതിൽ മിനിമം എമൗണ്ട് 10 രൂപയാണ്. സോ നിങ്ങൾക്കിതിൽ 10 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു 15 രൂപയുടെ ഒരു ഇത് എടുക്കാനാണ് പ്ലാനിങ് ചെയ്യുന്നത്. കാരണം 10 രൂപയുടെ എൻ്റർ ചെയ്താൽ ചിലപ്പം പറ്റില്ല. കാരണം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് 10 രൂപ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പം ആമസോൺ ഷോപ്പിംഗ് വൗച്ചർ എടുത്തത് കൊണ്ട്. സോ ഞാൻ 15 രൂപ കൊടുത്തിട്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും നമുക്ക് കോഡ്, അതായത് റെഡീം കോഡ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് നിങ്ങൾക്ക് കാണാം 14.850. ഇതാണ് നമ്മളിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുള്ള എമൗണ്ട്. ഡിസ്കൗണ്ട് ആയി വന്നിട്ടുള്ളത് 0.150. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമാണ്. നിങ്ങളെന്തായാലും ഒരു 500 അല്ലെങ്കിൽ 1000 ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത് 4% നിങ്ങളൊരു 299 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 10-15 രൂപയ്ക്ക് നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു 285 അല്ലെങ്കിൽ 288 നിങ്ങൾക്ക് റീചാർജ് പൈസ നിങ്ങളുടെ ഡെബിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളെ ഗൂഗിൾ കാർഡ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ആമസോൺ ഷോപ്പിംഗ് വൗച്ചറും. ഓക്കെ, അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനി നിങ്ങളുടെ പിന്നൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ അത് അൺലിമിറ്റഡ് ആയിട്ട് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ VIയിലേക്ക് റീചാർജ് ചെയ്ത് ഒരു 369 രൂപയുടെ റീചാർജ് ഞാൻ VIയിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പ്രൂഫാണ് നിങ്ങളിവിടെ കാണുന്നത്. എമൗണ്ട് ഡെബിറ്റ് ആയിട്ടുള്ളത് 356 രൂപയാണ്. സോ ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് 12 രൂപയോളം ഡിസ്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 369 രൂപയുടെ ഒരു പ്ലാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 12 രൂപയോളം ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ട് 356 രൂപയെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഗൂഗിൾ പേ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ട് നമുക്കൊന്നും ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.